Hello everyone. Welcome to Easy English. This is our first class. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എവിടെ നിന്ന് തുടങ്ങണം എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ വിഷമിക്കേണ്ട. വളരെ സിമ്പിളായി ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു സീരീസ് നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഭാഷയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മാജിക് ഫോർമുലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് SVO. ഈ ഒരു ഫോർമുല അറിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി ഇംഗ്ലീഷ് വാചകങ്ങൾ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ ആദ്യത്തെ പാഠത്തിലേക്ക് കടന്നാലോ? പാഠം 1. എന്താണ് സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്? SVO. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് വാചകങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിനെ നമ്മൾ SVO എന്ന് വിളിക്കുന്നു. ഇംഗ്ലീഷിലെ ഒരു സാധാരണ വാചകത്തിൽ പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്. സബ്ജക്റ്റ്. ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അയാളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു വ്യക്തിയോ, രാഹുൽ, അമ്മ, മൃഗമോ, പൂച്ച, പട്ടി, അല്ലെങ്കിൽ ഒരു വസ്തുവോ, പക്ഷി, കാർ ആകാം. വെർബ്. ചെയ്യുന്ന പ്രവൃത്തിയെയാണ് വെർബ് എന്ന് പറയുന്നത്. അതായത് ഒരു ആക്ഷൻ. ഉദാഹരണത്തിന് ഓടുക, കഴിക്കുക, ഉറങ്ങുക, കളിക്കുക. ഓബ്ജക്റ്റ്. ആ പ്രവൃത്തി ആരെ അല്ലെങ്കിൽ എന്തിനെയാണോ ബാധിക്കുന്നത് അതാണ് ഓബ്ജക്റ്റ്. ഉദാഹരണങ്ങൾ: സബ്ജക്റ്റിന് ആര് ചെയ്യുന്നു, ഐ ഞാൻ, യു മീ നിങ്ങൾ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത്, വി ഞങ്ങൾ, ദേ അവർ, രാഹുൽ രാഹുൽ, ദ കാറ്റ് പൂച്ച, ബേർഡ്സ് പക്ഷികൾ. വെർബ്. ചെയ്യുന്ന ജോലി. ഈറ്റ് കഴിക്കുന്നു, പ്ലേ കളിക്കുന്നു, റീഡ് വായിക്കുന്നു, ഡ്രിങ്ക് കുടിക്കുന്നു, റൈറ്റ് എഴുതുന്നു, സിംഗ് പാടുന്നു, റൺ ഓടുന്നു, സ്ലീപ്പ് ഉറങ്ങുന്നു, വാച്ച് കാണുന്നു, കുക്ക് പാചകം ചെയ്യുന്നു. ഓബ്ജക്റ്റ് എന്തിനെ? ആപ്പിൾ ആപ്പിൾ, ഫുട്ബോൾ ഫുട്ബോൾ, ബുക്ക് പുസ്തകം, മിൽക്ക് പാൽ, ലെറ്റർ കത്ത്, സോങ് പാട്ട്, റോഡ് റോഡ്, ബെഡ് കിടക്ക, ടിവി, ഫുഡ് ഭക്ഷണം. SVO ഉപയോഗിച്ചുള്ള വാചകങ്ങൾ. ഈ വാക്കുകൾ ഉപയോഗിച്ച് ചില വാചകങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഐ ഡ്രിങ്ക് മിൽക്ക്, ഞാൻ പാൽ കുടിക്കുന്നു. ഹി പ്ലേസ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിക്കുന്നു. ഷീ റീഡ്സ് എ ബുക്ക്, അവൾ പുസ്തകം വായിക്കുന്നു. They watch TV. അവർ TV കാണുന്നു. We eat food. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. The cat drinks water. പൂച്ച വെള്ളം കുടിക്കുന്നു. Birds build nests. പക്ഷികൾ കൂടുകൾ നിർമ്മിക്കുന്നു. Rahul writes a letter. രാഹുൽ കത്ത് എഴുതുന്നു. You sing a song. നീ പാട്ട് പാടുന്നു. Mother cooks biryani. അമ്മ ബിരിയാണി പാചകം ചെയ്യുന്നു. എന്തിനാണ് ഈ രീതി ഉപയോഗിക്കുന്നത്? മലയാളത്തിൽ നമ്മൾ ഞാൻ ആപ്പിൾ കഴിച്ചു എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഞാൻ, കഴിഞ്ഞു വരുന്നത് ഓബ്ജക്റ്റ് ആപ്പിൾ ആണ്. എന്നാൽ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വെർബ് കഴിച്ചു വരണം. അതായത് ഐ ഏറ്റ് ആപ്പിൾ. ഈ ഒരു മാറ്റം കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് തെറ്റില്ലാതെ ഇംഗ്ലീഷ് വാചകങ്ങൾ പറഞ്ഞു തുടങ്ങാം. വെർബിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. വെർബ് എന്നാൽ ആക്ഷൻ വേർഡ്സ് എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും വെർബാണ്. വെർബില്ലാതെ ഇംഗ്ലീഷിൽ ഒരു വാചകം പൂർണ്ണമാക്കില്ല. ഉദാഹരണത്തിന് നമ്മൾ ഓടുന്നു, റൺ. ഇതൊരു വെർബാണ്.
നമ്മൾ ചിരിക്കുന്നു, ലാഫ്. ഇതൊരു വേർബാണ്. നമ്മൾ ചിന്തിക്കുന്നു. ഇതുമൊരു വേർബാണ്. ഇംഗ്ലീഷിൽ ആയിരക്കണക്കിന് വേർബുകളുണ്ട്. ഓരോ സമയത്തെയും സാഹചര്യത്തെയും അനുസരിച്ച് ഇവയ്ക്ക് മാറ്റങ്ങൾ വരും. അവയെക്കുറിച്ചെല്ലാം നമുക്ക് അടുത്ത ക്ലാസുകളിൽ വിശദമായി പഠിക്കാം. തൽക്കാലം വേർബ് എന്നാൽ ഒരു ജോലിയാണെന്ന് മാത്രം ഓർത്തുവെക്കുക. നമ്മൾ എന്തുകൊണ്ട് ഐ ഈറ്റ് ഫുഡ് എന്ന് പറഞ്ഞു? നമ്മളിപ്പോൾ സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വേർബിന്റെ ആദ്യത്തെ രൂപമായ V1 ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഐ ഈറ്റ് ഫുഡ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസുകളിൽ വിശദമായി പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സംശയങ്ങൾ കമന്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.